ആത്മപരിശോധനയും സ്വയം വിലയിരുത്തലും ഒരു വ്യക്തി ഏതു വിധത്തിലാണ് ചെയ്യേണ്ടത്? ശരിക്കു പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഗുരുദേവൻ ഗായത്രി പരിവാറിന്റെ അടിസ്ഥാന ശിലകളായ സാധനങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. നിഷ്പക്ഷമായ ആത്മപരിശോധന എന്ന 3 വാക്കുകൾ. ആദ്യത്തെ വാക്കാണ് നിഷ്പക്ഷമായത് എന്ന്. നിഷ്പക്ഷമായത് എന്നതിനർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും ചായാതെ എന്നാണ്. ഗുരുദേവൻ പറയുന്നു, ഏറ്റവും കുറഞ്ഞത് ഒരു 10 മിനിറ്റ് നിങ്ങൾ തനിച്ചുള്ളപ്പോൾ, രാവിലെയും വൈകിട്ടും. നിങ്ങളുടെ മൊബൈൽ ഫോൺ, സുഹൃത്തുക്കൾ, മറ്റ് ശബ്ദങ്ങൾ ഇവയൊന്നും നിങ്ങളുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കാനില്ലാത്തപ്പോൾ, വ്യതിചലനങ്ങളും വ്യതിയാനങ്ങളും സംഘർഷങ്ങളും ആശയക്കുഴപ്പങ്ങളും ഇല്ലാത്ത അവസ്ഥ. മറ്റുള്ളവരെ വിലയിരുത്താൻ നമുക്കെന്തൊരു തിരക്കാണ്. ആരുടെയെങ്കിലും കുറവുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവർ ഭഗവാന്റെ കുറവുകൾ വരെ കണ്ടുപിടിച്ചു കൊണ്ടുവരും. സ്വയം വിലയിരുത്തി കുറവുകളെ കണ്ടെത്താൻ ആത്മീയമായി ഉയരേണ്ടതുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, നിങ്ങളോട് തന്നെ ചേർന്നിരിക്കുമ്പോൾ ഇത് സാധിക്കും. ഗുരുദേവൻ പറയുന്നു, രാവിലെ ഉണർന്ന് കട്ടിലിൽ നിന്ന് കാലുകൾ നിലത്ത് വയ്ക്കുന്നതിനു മുമ്പ് തന്നെ വേണം, അല്ലെങ്കിൽ മനസ്സിലേക്ക് ചിന്തകളുടെ വേലിയേറ്റം തുടങ്ങും. പിന്നെ മനസ്സ് ശബ്ദമുഖരിതമായിരിക്കും. പല വിചാരങ്ങൾ കടന്നുവരും. അതുകൊണ്ട് നിഷ്പക്ഷമായ ആത്മപരിശോധന രാവിലെയും വൈകിട്ടും. നമ്മളുടെ ജീവിത ലക്ഷ്യം എന്തായിരുന്നു? ഇപ്പോൾ നമ്മൾ എവിടെ എത്തി? ഇതാണ് രാവിലെ ചിന്തിക്കേണ്ടത്. വൈകുന്നേരം അവയെ പുനഃപരിശോധിച്ച് സ്വയം വിലയിരുത്തൂ. ചെയ്യേണ്ടിയിരുന്നതൊക്കെ ചെയ്യാൻ സാധിച്ചോ എന്ന്. ജീവിതത്തിന്റെ ഈ തിരക്കേറിയ ഒഴുക്കിനിടയിൽ, അനിശ്ചിതമായ പ്രവാഹത്തിനിടയിൽ മനുഷ്യൻ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്നുണ്ടോ ആവോ?